നമ്മളിപ്പോൾ ഒരു കാട്ടിലെ കാട്ടിൽ കൂടിയാണ് പോകുന്നത് ഗൈസ്. സോ ഇവിടെ ആരുമില്ല. ഇനി കുറച്ച് സമയത്ത് സന്ധ്യ കണ്ടോ സൗണ്ട് ഉണ്ടാവും. ആംബുലൻസ് ആണ്. ഇനിയിപ്പോ അത് കണ്ടോ, ആ വീടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ പണി ചെയ്ത് അവിടെ സൂസൈഡ് ചെയ്ത് ഹോണ്ടഡ് പ്ലേസ് ആയി. ഇപ്പോൾ ആരും അകത്ത് കയറ്റുന്നില്ല. ഞങ്ങളത് ഇപ്പോൾ സന്ധ്യ ആകുമ്പോൾ ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കുക. നമ്മളിത് കടന്നു പോകുന്നതാണ്. ഇവിടെ സീക്രട്ട് ഗ്രോവ് ഉണ്ട്, കാവുണ്ട്, കാവ് എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര ഹൊററാണ്. രാത്രിയിൽ ഇവിടെ ആരും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല, സ്റ്റാഫ് വരെ. ഇതാണ് നമ്മുടെ പ്രേതക്കാട്. ഭയങ്കര ഹൊററാണ്. നിങ്ങൾ കണ്ടോ, രാത്രി നിങ്ങൾക്ക് ഇവിടെ കയറി വന്നിട്ട് തിരിച്ചു പോകാൻ നിങ്ങൾ ഇവിടെ കയറ്റാനില്ല. ഇവിടെ കാവ് കണ്ടോ, ഇത് നോക്ക്. ഇതാണ് പണ്ടത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സിമിത്തേരിയാണ്, കല്ലറ. നമ്മുടെ ഈജിപ്തിലെ പിരമിഡ്സ് പോലത്തെ ഒരു സംഭവമാണ്. ആരും വായിക്കരുത്, വായിച്ചാൽ പേടിച്ചു പോകും. നമ്മുടെ കൂടെ വേറെ ഒരാളുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഈ കാട്ടിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. പെട്ടുപോയതല്ല, നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ്. വി ആർ അഡ്വഞ്ചറസ് ഗൈസ്. നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എടി വേറെ സീനാക്കില്ല കേട്ടോ. പണ്ടത്തെ ഒരു സ്നാപ്പിലെ ന്യൂസ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എടി ഇവിടെ വ്ലോഗ് എടുത്തിട്ട് വൈകിട്ടെടുക്കാൻ വേണ്ട. അപ്പോൾ ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാടാണ്. കണ്ടോ, ഇതാകെ ഇങ്ങനെ കുഞ്ഞ് പാത്ത് കൊടുത്തിരിക്കുന്നത് സുരക്ഷിതയോടെ നടക്കാനാണ്. ഈ ഗ്രൗണ്ടിലെല്ലാം പാമ്പും പരിതാരങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഈ മരത്തിലൊക്കെ നമ്മളുടെ പ്രേതം കുളിച്ചിരുന്ന പുഴ. അതാണ് നമ്മുടെ പ്രേതം ആത്മാക്കള് കുളിച്ചിരുന്ന സ്ഥലം. കണ്ടോ, അവരൊക്കെ എന്ത് അടിപൊളിയായിട്ട് ജീവിച്ചിരിക്കുന്നു. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലമുണ്ട്. ഇനി കണ്ടോ, നമുക്ക് ഇനിയുണ്ട് അവിടെ കിണറുണ്ട്. ഇത് കണ്ടോ, ആ തേങ്ങകൾ കണ്ടോ. അതിന് നമ്മൾ രാത്രി നമ്മുടെ പ്രേതങ്ങൾ ദാഹത്തിന് വേണ്ടി കുടിച്ചിരുന്നതിന് പകരം ഈ സാധനം കുടിച്ചിരുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ ഈ പൊങ്ങി നിൽക്കുന്ന ഇത് കണ്ടോ, ഈ പുല്ല്. ഇതിൻ്റെ അകത്താണ് പണ്ട് ഇവിടെ കുറേ പേര് അടക്കം ചെയ്തിരുന്നത്. അതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ, അതായത് ഇത്ര വലിയ മലയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് കിണർ കാണാം ഗൈസ്. അവിടെ പ്രേതം